വേലി ചെമ്പരത്തി. രചന ജീവാമൃതം, ഡോക്ടർ സിന്ധു ബി കെ. വായന ഷെഫീഖ് ആദിക്കോട്. അമ്മേ, ഈ ചെമ്പരത്തി എന്തുകൊണ്ടാണ് എന്നും വേലിക്കരയിൽ മാത്രം നിൽക്കുന്നത്? പൂന്തോട്ടത്തിൻ്റെ നടുവിൽ നട്ടാൽ കൂടുതൽ ഭംഗിയാകില്ലേ? കോളേജിൽ നിന്ന് അവധിക്ക് വീട്ടിലെത്തിയ അഖില മുറ്റത്തെ പഴയ കൽവേലിയിൽ ചുവന്ന പൂക്കൾ വിരിച്ചു നിൽക്കുന്ന ചെമ്പരത്തിയെ നോക്കി ചോദിച്ചു. സാവിത്രി ഒന്ന് പുഞ്ചിരിച്ചു. ചില ജീവിതങ്ങൾ അങ്ങനെയാണ് മോളെ. ഭംഗി കൂട്ടാനല്ല ജനിക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതം കാക്കാനാണ്. അഖിലയ്ക്ക് ആ വാക്കുകളുടെ അർത്ഥം പിടികിട്ടിയില്ല. വീട്ടുമുറ്റത്ത് ആ ചെമ്പരത്തി വർഷങ്ങളായി അവിടെ തന്നെയായിരുന്നു. കത്തുന്ന വേനലിലും അത് പൂത്തുനിന്നു. തകർത്തു പെയ്യുന്ന മഴയിലും തലകുനിച്ചില്ല. മഞ്ഞു വീഴുന്ന പുലരിയിലും അതിൻ്റെ ഇലകൾ പുതുമ നഷ്ടപ്പെടുത്തിയില്ല. എല്ലാ ദിവസവും അതിന് വെള്ളമൊഴിക്കുന്നത് അമ്മയായിരുന്നു. അമ്മേ, ഈ ചെടിയോട് ഇത്ര സ്നേഹമോ? ഇതെനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മിപ്പിക്കും. അമ്മൂമ്മയെ? അതെ. ജീവിതം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം സ്വപ്നങ്ങളെല്ലാം വേലിക്കപ്പുറത്തേക്ക് മാറ്റിവെച്ചു. പക്ഷേ ഒരു പരാതി പോലും പറഞ്ഞില്ല. ഈ ചെമ്പരത്തി പോലെ അഖില നിശബ്ദതയായി. മറുനാൾ രാവിലെ വേലിക്കരയിൽ ചെന്നപ്പോൾ ഒരു കൊമ്പ് ഒടിഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടു. അപ്പോഴേക്കും അയൽ വീട്ടിലെ കൊച്ചുകുട്ടി ഓടിയെത്തി. ചേച്ചി, ഞാൻ അറിയാതെ പണ്ട് കൊണ്ടിടിച്ചുപോയി, ക്ഷമിക്കണം. അഖിൽ അവനെ ശകാരിച്ചില്ല. അമ്മ ഒടിഞ്ഞ കൊമ്പിനടിയിലേക്ക് വിരൽ ചൂണ്ടി. നോക്ക്, പുതിയൊരു തളിർ മുളച്ചിരിക്കുന്നു. ജീവിതവും ഇങ്ങനെയാണ്. ചിലർ നമ്മളെ ഒടിക്കും, പക്ഷെ വീണ്ടും മുളയ്ക്കാൻ പഠിച്ചാൽ ആരും നമ്മളെ തോൽപ്പിക്കില്ല. വൈകുന്നേരം മഴ പെയ്തു. മഴത്തുള്ളികളിൽ കൂടുതൽ ചുവപ്പോടെ വിരിഞ്ഞ ചെമ്പരത്തിയെ നോക്കി അഖില ചോദിച്ചു. അമ്മേ, ഇതിന് വേദനയില്ലേ? ഉണ്ട് മോളെ, പക്ഷെ വേദനയേക്കാൾ വലുതാണ് അതിൻ്റെ കടമ. മനുഷ്യരും അങ്ങനെയാണോ? സാവിത്രി ഒരു നിമിഷം മൗനമായി. അതെ, വീട്ടിൽ അമ്മ, അച്ഛൻ, കർഷകൻ, അധ്യാപകൻ, നേഴ്സ്, സ്വന്തം ജീവിതം മറന്ന് മറ്റുള്ളവർക്കായി ജീവിക്കുന്ന എല്ലാവരും വേലിച്ചെമ്പരത്തികളാണ്. എല്ലാവർക്കും സന്തോഷം നൽകും, പക്ഷേ അവരുടെ കണ്ണുനീരിൻ്റെ നിറം പലരും കാണില്ല. ആ വാക്കുകൾ അഖിലയുടെ ഹൃദയത്തിൽ പതിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. അവധിക്കാലം തീർന്നു. നഗരത്തിലേക്ക് മടങ്ങുന്നതിന് മുൻപ് അഖില വേലിക്കരിയിൽ ഒരു പുതിയ ചെമ്പരത്തൈ നട്ടു. ഇനി ഇതെന്തിനാണ്? അമ്മ ചോദിച്ചു. അഖില അമ്മയുടെ കൈ പിടിച്ചു. ഒരു ദിവസം ഞാൻ ഇവിടെ ഇല്ലാതിരുന്നാലും ഈ വീട്ടിൽ എൻ്റെ സ്നേഹം വിരിയട്ടെ, ഈ ചെമ്പരത്തിയിലൂടെ. സാവിത്രിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. കാലം വീണ്ടും മുന്നോട്ടു പോയി. അഖിലയ്ക്ക് ജോലി കിട്ടി. നഗരത്തിലെ തിരക്കേറിയ ജീവിതത്തിലേക്ക് അവൾ ഒഴുകിപ്പോയി. ഫോൺ വിളികൾ കുറഞ്ഞു. വീട്ടിലെത്തുന്ന ദിവസങ്ങൾ അപൂർവമായി. എന്നാൽ സാവിത്രി ഒരിക്കലും മറന്നില്ല. ഓരോ പ്രഭാതവും വേലിച്ചെമ്പരത്തിക്ക് വെള്ളമൊഴിച്ചു. ഓരോ പൂവിനോടും മകളെപ്പോലെ സംസാരിച്ചു. ഒരു ദിവസം അയൽ വീട്ടുകാരിയുടെ ഫോൺ വന്നു. അഖിലെ, അമ്മയ്ക്ക് സുഖമില്ല, കഴിയുമെങ്കിൽ ഉടൻ വാ. അവൾ ഓടിയെത്തി. മുറ്റത്ത് കയറിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് ചെമ്പരത്തിയായിരുന്നു. മുമ്പത്തേക്കാൾ നിറയെ പൂക്കൾ, പക്ഷേ അവയ്ക്ക് വെള്ളമൊഴിച്ചിരുന്ന കൈകളെന്ന് ക്ഷീണിച്ചിരുന്നു. അകത്തേക്കോടിയ അഖില അമ്മയുടെ കൈകൾ പിടിച്ചു. അമ്മേ. സാവിത്രി പതുക്കെ കണ്ണു തുറന്നു. ഒരു ചെറു പുഞ്ചിരി. മോളെ, ഇന്ന് ചെമ്പരത്തിക്ക് വെള്ളം കൊടുത്തോ? അഖിലയുടെ തൊണ്ട ഇടറി. അമ്മേ, ഇപ്പോൾ അതാണോ പറയേണ്ടത്? സാവിത്രി മൃദുവായി പറഞ്ഞു. അതെ. വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് വാടിപ്പോകും. മനുഷ്യരും അങ്ങനെയാണ് മോളെ. സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഉള്ളിൽ വാടും. അഖില പൊട്ടിക്കരഞ്ഞു. അമ്മേ, ഇത്രയും കാലം ഞാൻ കണ്ടതൊരു ചെടിയായിരുന്നു. ഇന്ന് അതിനുള്ളിൽ അമ്മയെയാണ് ഞാൻ കാണുന്നത്. സാവിത്രി അവളുടെ തലയിൽ തലോടി. വീട്ടിൽ ഒരാൾ എപ്പോഴും വേലിച്ചെമ്പരത്തിയായിരിക്കും. എല്ലാവരെയും കാത്തു നിൽക്കും, എല്ലാവരെയും ചേർത്ത് പിടിക്കും. പക്ഷേ അവരെ ചേർത്ത് പിടിക്കാൻ പലപ്പോഴും ആരും ഉണ്ടാകില്ല. ആ വാക്കുകൾ അവസാനിച്ചപ്പോൾ പുറത്തു നിന്നൊരു കാറ്റ് വീശി. ചെമ്പരത്തിയുടെ ഏതാനും പൂക്കൾ പതുക്കെ നിലത്തു വീണു. അഖിൽ അതിനരികിലേക്ക് നടന്നു. വീണുകിടന്ന ആ പൂക്കൾ എടുത്ത് നെഞ്ചോട് ചേർത്തു. അമ്മേ, ഇനി ഞാൻ വെള്ളമൊഴിക്കുന്നത് ചെമ്പരത്തിക്ക് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ വേലിച്ചെമ്പരത്തികൾക്കുമായിരിക്കും.
സാവിത്രിയുടെ മുഖത്ത് ശാന്തമായൊരു പുഞ്ചിരി വിടർന്നു. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ചുവന്ന പൂക്കൾ അസ്തമയത്തിന്റെ നിറത്തിൽ ലയിച്ചു നിന്നു. അന്ന് രാത്രി അഖില തൻ്റെ ഡയറിയിൽ എഴുതി, പൂന്തോട്ടത്തിന്റെ നടുവിൽ വിരിയുന്ന പൂക്കളെ എല്ലാവരും പ്രശംസിക്കും, എന്നാൽ വേലിക്കരിയിൽ വിരിയുന്ന ചെമ്പരത്തിയാണ് ഒരു വീടിനെ കാത്തു സൂക്ഷിക്കുന്നത്. അതുപോലെ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിറം പകരുന്ന മനുഷ്യരാണ് ഈ ലോകത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. അവൾ ഡയറി അടച്ചു, മുറ്റത്തേക്കിറങ്ങി, ചെമ്പരത്തിക്ക് വെള്ളമൊഴിച്ചു. ആ നിമിഷം അവൾക്ക് തോന്നി, ആ പൂക്കളിൽ അമ്മയുടെ പുഞ്ചിരിയുണ്ട്, അമ്മൂമ്മയുടെ ത്യാഗമുണ്ട്. ഈ ലോകത്താരും കാണാതെ ജീവിച്ചുപോയ ആയിരക്കണക്കിന് മനുഷ്യരുടെ നിശബ്ദ സ്നേഹമുണ്ട്. വെയിലിലും മഴയിലും മഞ്ഞിലും തളരാതെ വിരിയുന്ന വേലിച്ചെമ്പരത്തി പോലെ ചില മനുഷ്യർ സ്വന്തം വേദന മറച്ചുവെച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാത്രം നിറം പകരുന്നു. അവരെ തിരിച്ചറിയുക. അവർ വാടും മുൻപ് ഒരു സ്നേഹവാക്കുകൊണ്ട് ചേർത്ത് പിടിക്കുക. കാരണം ഈ ലോകത്തിന് ഇന്നും വേലിച്ചെമ്പരത്തികൾ അനിവാര്യമാണ്.